Hi all, good evening. Good evening Aipo. Evening eh? So let me tell you the most interesting thing which I am doing in cooking is ചപ്പാത്തി ഉണ്ടാക്കലാണ് എൻ്റെ ഫേവറേറ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതാണ് സത്യം. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ദിസ് എ ലോങ് ടൈം ബിഫോർ. ചെറിയ ക്ലാസ്സിലോട്ടിട്ട് ചെയ്യുന്ന പരിപാടിയായിരുന്നു. അമ്മ നല്ലോണം നിർബന്ധിക്കുകയായിരുന്നു ഇതുണ്ടാക്കാൻ. ആൻഡ് ഐ തിങ്ക് ദറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് ഷീ ഹാവ് എവർ അഡ്വൈസ്ഡ്. ചപ്പാത്തി ഉണ്ടാക്കലാണോ അഡ്വൈസ് തന്നെ ഏറ്റവും വലിയ അടിപൊളി കാര്യം എന്ന് പറഞ്ഞാൽ ആണ്. നമ്മൾ പണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ കച്ചറായി ഉണ്ടാക്കുന്ന സാധനം ഇപ്പോൾ ബെറ്റർ, വളരെ വളരെ ബെറ്ററായി തുടങ്ങി. ബെറ്റർ എന്ന് വെച്ചാൽ പെർഫെക്ഷനായി തുടങ്ങി. സോ ഐ തിങ്ക് ഇഫ് യു ആർ ഡൂയിങ് വൺ സ്കിൽ ഓവർ years, so many years, it makes it so much perfect. So I think അമ്മ പറഞ്ഞിട്ട് നമുക്ക് ടാസ്കുകളായിരുന്നു ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നിരുന്നു. അപ്പോൾ അത് അന്നൊക്കെ ഭയങ്കര മടിയായിരുന്നു. അയ്യോ ഇത് വലിയ ടാസ്ക്കാണ് പറഞ്ഞിട്ട് വിചാരിക്കും. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അതൊന്ന് ചെയ്ത് നന്നായി എന്ന് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നു. നമ്മൾ വിചാരിക്കും പാരൻസ് എല്ലാം നമ്മളെ പണിയെടുപ്പിക്കുകയാണെന്ന്, പക്ഷേ ഇറ്റ്സ് നോട്ട്. വലിയ വലിയ ടാസ്ക് ഒന്നുമല്ല, ഇങ്ങനെ ഓരോരോ ടാസ്ക് അമ്മ ഏൽപ്പിക്കുമായിരുന്നു. ഐ തിങ്ക് അതൊരു ബെറ്റർ ചോയ്സ് ആയിരുന്നു എനിക്കിപ്പോൾ ഫീൽ ചെയ്യാം. ഈ ചപ്പാത്തി ഉണ്ടാക്കൽ പണ്ടൊക്കെ ഇങ്ങനെ അമ്മമ്മൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ നല്ലോണം നോക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, പുള്ളി ഇങ്ങനെ അത് പരത്തിയതിന് ശേഷം ഒരു വലിയൊരു അടപ്പുണ്ട്, അത് വെച്ചിട്ട് ഇങ്ങനെ മൂടിയിട്ട് കറക്റ്റ് ഇങ്ങനെ സർക്കിൾ ഷേപ്പാക്കി എടുത്തിട്ട് അമ്മാമിക്ക് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഷേപ്പ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബട്ട് ഷീ യൂസ് ടു ഡു ദിസ് വെരി നൈസ്. ഇതൊക്കെ ഇത്ര വലിയ സംഭവമാണെന്ന് ചോദിക്കും, പക്ഷെ എനിക്കതൊക്കെ വലിയൊരു കാര്യമാണ്. ഞാനിങ്ങനെ അവരിങ്ങനെ അടുക്കളയിലൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ അവർ കുക്ക് ചെയ്യണതൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ എനിക്കിത് ഈ ചെയ്യണ കാര്യം ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരിങ്ങനെ ഈ സാധനം എടുത്ത് ഇങ്ങനെ പരത്തും, അതിങ്ങനെ ഒരു ഷേപ്പിലിങ്ങനെ പരത്തും, എന്നിട്ട് ഇങ്ങനെ അതൊക്കെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആയിരുന്നു എൻ്റെ ഭയങ്കര ഫേവറേറ്റ്. സോ അങ്ങനെ ചെയ്തത് കൊണ്ടാണെന്ന് തോന്നുന്നു, അറിയില്ല. ചപ്പാത്തി ഉണ്ടാക്കലായിരുന്നു എൻ്റെ ഫേവറേറ്റ്. സ്റ്റിൽ ഐ തിങ്ക് ദിസ് ഈസ് ലൈക്ക് എ കൂൾ തിങ് ഫോർ മീ, ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ മെയിനായിട്ട് എല്ലാവരും പറയും ചൂടുവെള്ളം എടുക്കുക, പച്ചവെള്ളം എടുക്കുക, ആ വെള്ളം എടുക്കുക, ഈ വെള്ളം എടുക്കുക, കുഴയ്ക്കുക, പാലൊഴിക്കുക, എണ്ണ ഒഴിക്കുക, ഇതിനൊന്നും ആവശ്യമില്ല. എനിക്കറിയാൻ മേലെ എന്തിനാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. പക്ഷേ ഐ തിങ്ക് യു ക്യാൻ മേക്ക് എവറിത്തിങ് സോ. സി ഇതിൽ ഞാനിപ്പോൾ സാധാ ഒരു വെള്ളം, ഇപ്പോൾ ഇതിൽ ഫിൽറ്റർ വെള്ളം എടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ സാധാ നമ്മളൊരു തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പരിപാടിയാണ്. പൊടിയിടുക, ചപ്പാത്തി ആട്ട പൊടിയിടുക, പിന്നെ അതിൻ്റെ ക്വാളിറ്റീനനുസരിച്ച് വ്യത്യാസം വരും. സോ ഓവർ ടൈം ഐ തിങ്ക് യു ഹാവ് ടു തിങ്ക് അബൌട്ട് ക്വാളിറ്റി ഓഫ് എവറിത്തിങ്. ഫ്ലോർ, പൊടികൾ, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളിലൊക്കെ ക്വാളിറ്റി വളരെയധികം ശ്രദ്ധിച്ച് വേണം വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാൻ. തോന്നിയ പോലെ സാധനങ്ങളൊന്നും വെച്ചിട്ടുണ്ടാകരുത് വീട്ടിൽ. സോ ഐ തിങ്ക് സാധാ ഒരു വെള്ളം, കുറച്ച് വെള്ളം, തണുത്ത വെള്ളം, അങ്ങനെയൊന്നും ചൂടുവെള്ളമൊന്നും വേണമെന്നില്ല, സാധാ വെള്ളം ഒഴിക്കുക, പരത്തുക. ഇതിപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ഒരു നല്ല അത്യാവശ്യം ഒരു ഷേപ്പായി, നമുക്കത് എളുപ്പമായി ചെയ്യാനുള്ളത്. ഞാനിപ്പോൾ സാധാ ആട്ടപ്പൊടി വീട്ടിൽ ഞാൻ പറഞ്ഞു, ഞങ്ങൾ മില്ലിൽ പൊടിപ്പിക്കുന്ന ആട്ട എടുത്തിട്ട് വളരെ നൈസാണ് പൊടി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പൊടിയാണ്. പുറത്തുനിന്ന് വാങ്ങുമ്പോൾ എനിക്ക് പല ടൈപ്പ് പൊടികൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ചിലർ ഭയങ്കര വേറെ സ്പെഷ്യലായിട്ടുണ്ട് കേട്ടോ, പൊടി അളവ് കുറച്ചിട്ട് ഇങ്ങനെ. എൻ്റെ ബ്രദറിൻ്റെ ഒക്കെ എങ്ങനെയായിരുന്നു, ഫുൾ പൊടി അളവ് കുറച്ച് ഇങ്ങനെ എന്താ പറയുക റൗണ്ട് ഇട്ട് ആളധികം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തുടയ്ക്കുള്ളൂ ഇങ്ങനെ പൊടിയൊക്കെ. പക്ഷേ എനിക്ക് ഇത്തിരി പൊടി കൂടുതൽ ടൈപ്പാണ്, അതൊരു പക്ഷെ അതും ഒരു രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. പുറത്തുനിന്ന് നമുക്ക് എങ്ങനെ ഇത് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടില്ല, ഇപ്പോൾ ഒരു സാധാരണ ഒരു റൗണ്ടാക്കി എടുത്തു. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തില്ല, സാധാ ഒരു ഇതിൽ. ഇനി പൊടി മിക്സ് ചെയ്യണ കാണിച്ചെന്നാണോ പറയണത്? ഇല്ല, ഞാൻ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചു. ഞാൻ അത്യാവശ്യം പരത്താനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചിലവരുണ്ടാവും 50 കൊല്ലമായിട്ട് ഈ 30-40 കൊല്ലമൊക്കെ ജീവിച്ച് എൻ്റെ ആനിവേഴ്സറി ഒക്കെ ആഘോഷിച്ചവരൊക്കെ അത്യാവശ്യം ചെയ്ത് ശീലമുള്ളവരൊക്കെ ഉണ്ടാവും. അതൊക്കെ അവൾ വളരെയധികം എക്സ്പെർട്സ് ആയിരിക്കും. ഞാൻ അങ്ങനെ എന്നല്ല പറയണത്, സാധാരണ ഒരു ഇതിൽ ഒരു 30s റേഞ്ചിൽ നിൽക്കുന്നവർക്ക് എങ്ങനെ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നത്. ഐ തിങ്ക് ഫോർ ലോട്ട് ഓഫ് പീപ്പിൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഡു ദിസ് ജോബ്, ബട്ട്
ഇസ് ആക്ച്വലി ക്വൈറ്റ് സിമ്പിൾ. സോ ഐ തിങ്ക് ഞാൻ ഈ സാധനം ഇങ്ങനെ ഇത്രയും ഒരു ഷേപ്പിൽ ഇപ്പം ഞാനിത് കൈ കൊണ്ട് തന്നെ അമർത്തിട്ടാക്കിയതല്ലേ ഈ ഷേപ്പ്. അതെ, നമുക്ക് ആ കൂടെ എനിക്ക് ചെയ്യേണ്ട കാര്യം നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും മാത്രമാണ് ഈ സാധനങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. വളരെയധികം എന്താ പറയുക, ഓവറായിട്ട് അതിന് സ്ട്രെസ് കൊടുക്കണം ചെയ്യേണ്ട യാതൊരു കാര്യമായിട്ട് ഈ ചപ്പാത്തി പരത്തലിനെ കാണുന്നത് എനിക്ക് തോന്നുന്നില്ല. ഫോർ മീ ഇറ്റ് വാസ് ലൈക്ക് വെരി ഈസി ജോബ്. ഒന്നിനും ഇത് കുറേ കൊല്ലമായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, അറിയില്ല. എനിക്കിത് വളരെയധികം സിമ്പിളായിട്ടുള്ളൊരു ജോബായിട്ട് തോന്നുന്നു. അപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ ഞാനിപ്പോൾ ഇത് മേലേക്ക് കൊണ്ടുപോയി റൈറ്റിൽ ഞാൻ താഴ്ത്തി കൊണ്ടുവരാം. അങ്ങനെ ഒരു ഇതിലാണ് ഞാനിപ്പോൾ ഇത് ചപ്പാത്തി പരത്താറ്. സോ ഇത്രയും ഒരു സ്പേസിനെ കണ്ടോ, ഇത്രയും കാര്യത്തിലുള്ള നമ്മൾ ആ ഷേപ്പും എല്ലാതും പെർഫെക്റ്റ് ആയിട്ട് വരും. ഐ തിങ്ക് ഇതിൻ്റെ ഇത് മിക്സ് ചെയ്യണ കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഞാനൊരു എക്സാമ്പിളിന് വേണമെങ്കിൽ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യണത് ഞാൻ. ഓക്കെ, സോ ഇപ്പം ഞാൻ ചെയ്യാൻ പോണത് എൻ്റെ കയ്യിൽ ഗോതമ്പ് പൊടിയുണ്ട്. ഞാൻ തൽക്കാലം ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ഇത് മാത്രം എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ പൊടി ഞാനിപ്പോൾ 1 2 കപ്പ് പൊടി ഞാനിപ്പോൾ ഇതിലിട്ടു. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ്, അത് ഇതിനനുസരിച്ചുള്ള. അപ്പം ഞാനിപ്പോൾ ഇത് കാണുമ്പോൾ എനിക്കൊരു 3-4 ഉരുളായിട്ട് കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും കുറച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി. ഇപ്പം ഞാൻ ഉപ്പ് പാകത്തിനിട്ടു. നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഇതെൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പൊടി ആദ്യം എല്ലാവിടേക്കും ഞാൻ ഫുള്ള് ഉപ്പ് കിട്ടുന്ന പോലെ മിക്സ് ചെയ്യും ഞാൻ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതാണ് എൻ്റെ പൊടി ഇരിക്കുന്നുണ്ടോ. ഇനി ഇതിൽ ഫസ്റ്റ് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളപ്പം അത് ഒഴുകി നടക്കുന്നുണ്ട് ഇത്തിരി. അപ്പം ഞാൻ ആദ്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ഫിംഗേഴ്സും എടുത്തിട്ട് ഞാനതിലിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തു ഫസ്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യം കൈമ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളതൊന്ന് കളയുക, ഇതിലേക്ക് തന്നെ എടുത്തിടുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണ്ടോ. ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിറച്ചിങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ടാവും. ബട്ട് സ്റ്റിൽ പുട്ടുപൊടി പോലെ ഇത് അവിടെ പിടിച്ചു. ഇനി നമ്മൾ ഇതുപോലെ അടുത്ത കുറച്ച് വെള്ളം ഒഴിക്കുക. അഗൈൻ ഒരു സ്റ്റെപ്പ് നമ്മളെല്ലാ വെല്ലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. തിമ്മണമെന്നൊന്നുമില്ല, എല്ലായിടത്തേക്ക് എത്തണ പോലെ സ്പ്രെഡാക്കാം. സോ ഞാനിപ്പോൾ അടുത്തതിൽ കുറച്ചും കൂടെ തരികൾ ഇങ്ങനെ കൂടുതൽ വന്നു. ഇതേപോലെ തന്നെ ഈ സ്റ്റെപ്സ് കണ്ടിന്യൂ ചെയ്യും. സോ ഞാൻ വീണ്ടും ഇതിങ്ങനെ എൻ്റെ എല്ലാ വിരലും എടുത്തിട്ട് ഞാനിങ്ങനെ ഈ ഒരു ഷേപ്പിൽ പിടിച്ച് ഞാനിതിപ്പോൾ എല്ലാതും ഇങ്ങനെ മിക്സ് ചെയ്യണം. ഓക്കെ, അഗൈൻ തരികൾ കൂടി വന്നു ഉണ്ടോ. ഞാനിതിനെ പിടിച്ച് ഇപ്പം തന്നെ തിരുമ്മി ഇതൊന്നും ആക്കണമെന്നില്ല. ഞാൻ ജസ്റ്റ് തിരിച്ച് വെള്ളം ഒഴിച്ചു. അഗൈൻ ഞാൻ ഈ സ്റ്റെപ്പ് തന്നെയാണ് കണ്ടോ കണ്ടിന്യൂ ചെയ്യണം. അഗൈൻ എന്താ തരി വല്ലാണ്ട് കൂടി വരുന്നുണ്ട് ഇല്ലേ നമ്മുടെ കൈമ്മലുള്ള. ഞാനിപ്പോൾ ഇതിൻ്റെ ടിപ്സ് കണ്ടോ, ഇതിൻ്റെ അറ്റത്ത് മാത്രമേ ഞാൻ കുറച്ച് ദിവസം പിടിച്ചിട്ടുള്ളൂ. പിന്നെ ഞാനിതിങ്ങനെ ഈ സ്റ്റെപ്പ് തന്നെ തുടങ്ങണം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ ഈ പാത്രത്തിൻ്റെ ചുറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ ഇങ്ങനെ പോകും കണ്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ട്. അഗൈൻ ഇത്ര വരെ. ഇപ്പം നമുക്കിങ്ങനെ തൊടുമ്പോൾ തന്നെ ഇത്തിരി അല്ലാതെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ, ഇതിപ്പോൾ ഇനി എന്താ പറയുക മിക്സ് ആവാറായ പോലെ ഒരു ഫീൽ വന്നു. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തു കണ്ടോ, അമർത്തി കൊടുത്തു. ഇനി എന്താ ഏകദേശം ഇതിങ്ങനെ ആയിട്ടുണ്ടോ. അപ്പം ഞാനിത് വേസ്റ്റ് ആവാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ അടിയിലുള്ളതൊക്കെ കൂടെ അമർത്തി കൊടുത്തു. ഈ എന്താ ഈ ഒരു ഷേപ്പ് ആയില്ലേ കണ്ടോ. എൻ്റെ കൈമ്മൽ അധികമായിട്ട് ഒട്ടിയിട്ടില്ല. ഇനി ഞാൻ വേണമെങ്കിൽ
ഒരു ടീസ്പൂൺ എന്നൊക്കെ പറയില്ല, ഒരു ചെറിയൊരു ടീസ്പൂൺ എടുക്കുക, മിക്സ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇതെന്താ പറയുക, ഈ ഒരു ഷേപ്പിൽ നല്ല ഇതിൽ കിട്ടി. കണ്ടോ, സിമ്പിൾ എനിക്കപ്പോൾ അത് ഒരു ഷേപ്പിൽ കിട്ടി. കണ്ടോ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റുമായി, ഭയങ്കര ഇത്, അതിൻ്റെ പൊടിയിൽ ഇതായിട്ടിരിക്കും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പം എനിക്ക് പറ്റിയൊരു ഷേപ്പായി കിട്ടത്തില്ലേ. സോ ഇങ്ങനെ നോക്കാം നമുക്ക്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് ആവശ്യമുള്ളത് അപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെ 1 2 3 4 ഒരു 6 ഉണ്ടൊക്കെയുള്ളതായിട്ടുണ്ട്. ഇപ്പം 4 പറഞ്ഞത്, ഇപ്പോൾ ഒരു 6. ഓക്കെ, ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചിട്ടതിന് ശേഷം ഇതെല്ലാതും റൗണ്ട് ആക്കി വയ്ക്കും. അപ്പം ഇത്രയേ ഉള്ള പരിപാടി. അതിന് ഇപ്പം എൻ്റെ കയ്യിലും അധികം ഒട്ടിപ്പിടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇതാണെങ്കിലൊരു എന്താ പറയുക, അധികം ഓവറായിട്ട് ഇതായിട്ടില്ല, എന്നാൽ നല്ല രസത്തിൽ വന്നിട്ടുമുണ്ട്. ഇതാണ് എൻ്റെ ചപ്പാത്തി ഉണ്ടാക്കുക. അപ്പം നമ്മൾ സാധാ പോലെ തന്നെ ഇങ്ങനെ വയ്ക്കുക. എന്താ ഇനി നിങ്ങൾ ചില സമയത്തൊക്കെ ഭയങ്കരമായിട്ട് കട്ടി കൂടി വരാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ തീരെ പരത്താനും തീരെ പറ്റണില്ല എനിക്ക്. അപ്പം അങ്ങനത്തെ സ്റ്റേജിലൊക്കെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട്, ചിലർ തീരെ കട്ടിയായി പോയി നിൽക്കും വെള്ളം കൂടിയിട്ട്. അപ്പോൾ കട്ടിയായി പോയിട്ട് ചപ്പാത്തി ഭയങ്കര വെള്ളം കുറഞ്ഞിട്ട് ചിലരിങ്ങനെ എന്താ പറയുക, കല്ല് പോലെ ഇരിക്കില്ലേ ചപ്പാത്തി. അപ്പോൾ അതിലിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലോണം ലൂസാക്കിയിട്ട് പരത്തിയാൽ മതി. ഇതെൻ്റെ സ്ഥിരം എൻ്റെ ഒരു സ്റ്റൈലാണെന്ന് പറയാൻ വേണമെങ്കിൽ ഞാനിതിങ്ങനെയാണ് പരത്താറ്. അപ്പോൾ എനിക്കിത് അവിടെ ഇവിടെയൊക്കെ ആ ഒട്ടി പിടിച്ചുള്ള വൃത്തികേട് അങ്ങനെയൊന്നും ഇല്ല. വളരെ സിമ്പിൾ, ഇത് വളരെയധികം സിമ്പിളാണ്. അങ്ങനെ തിരിച്ചിടാൻ മറിച്ചിടാം, ഒരു കുഴപ്പം. ഓക്കെ, ഇത് കുറച്ചും കൂടെ മറ്റേതിനെക്കാട്ടും ഒത്തിരി സ്റ്റിക്കി ആ ഒരു ഫ്ലേവറിൽ, പക്ഷെ ഇത് ഐ തിങ്ക് ദിസ് ഈസ് ഗുഡ്. ഇനി ഇതെടുത്തിട്ട് ചപ്പാത്തി ചുട്ട് വരുമ്പോൾ നല്ല ഇതിൽ വരും. ഇത്രയേ ഉള്ളൂ. അതിന് നിങ്ങൾ വെള്ളം കോരി ഒഴിക്കുക, കാര്യങ്ങളൊന്നും യാതൊരു കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ആക്കിയെടുക്കുകയാണെങ്കിൽ വേഗം പരത്തിയെടുക്കാനും എളുപ്പമാണ്. ചപ്പാത്തി ഗോതമ്പ് എന്താ പറയുക, പരത്തി ഉണ്ടാക്കേണ്ട ഇത്ര വലിയ പണിയായിട്ട് എടുക്കേണ്ട കാര്യമില്ല. എൻ്റെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഞാനിത് പറഞ്ഞു തരാൻ വേണ്ടി ഒരു ഫുൾ വീഡിയോ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ ഇതായിരുന്നു. ഇഫ് യു ആർ ഡൂയിങ് തിങ്സ് ലൈക്ക് യു ഹാവ് ടു സ്ലോലി ലേണിങ് അതൊരു പ്രോസസ്സാണ്. അത് അത്യാവശ്യം ടൈം എടുക്കും. നമ്മളൊരു സാധനം വൃത്തിക്ക് പഠിച്ചാൽ മതി, കാര്യങ്ങളൊക്കെ വേണം ചെയ്യാൻ പറ്റും. സോ ഇന്ന് ഞാൻ കൂടുതൽ ഉണ്ടാക്കി വയ്ക്കും. ഞാൻ മാക്സിമം 2 ദിവസമൊക്കെ ചപ്പാത്തി ഓടിക്കാറുണ്ട്. ചപ്പാത്തി എന്ന് പറഞ്ഞാൽ മറ്റു സാധനങ്ങളെ പോലെ കേട് വരില്ല. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. പക്ഷെ കൂടുതലല്ല, മാക്സിമം 2 days. മിനിമം ഉണ്ടാക്കുമ്പോൾ തന്നെ മാക്സിമം 2 days. അതാണ് എൻ്റെ കണക്ക്. ഇത് എനിക്ക് തോന്നിയ ഷേപ്പാണ് ഞാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഗൈസ്? ഇത് ഞാൻ വെള്ളം ഇത്തിരിയും കൂടെ കൂട്ടിയ ചപ്പാത്തി. ഇറ്റ്സ് ലൈക്ക് വെരി സോഫ്റ്റ്. സി, ഇത് ഭയങ്കര ഇതാണ്. അപ്പോൾ വെള്ളം കൂടുതൽ, അതും ഞാൻ സാധാ വെള്ളത്തിലാണ് ഇത് മിക്സ് ചെയ്യുന്നതാണ്. ചൂടില്ല, തിളച്ച വെള്ളമല്ല, ഒന്നുമല്ല, പാലില്ല, വേറെ ഓയിലില്ല, ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട്. അപ്പം ഇതിൻ്റെ പ്രശ്നമല്ല. ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ലാണ്ട് സ്റ്റിക്കി ആയിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ അതിൽ പൊടി മിക്സ് ചെയ്യും. ഇങ്ങനെ പരത്തുന്ന സമയത്ത് പൊടി ഇട്ട് വെച്ചാൽ ഒരു ഇത് പോവും. ഇങ്ങനെ ഇത്രയും ഇതായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല സുഖമായിരിക്കും. പരത്തി കഴിഞ്ഞാൽ 2 ഇതിൽ പരത്തൽ കഴിയും. വളരെ എളുപ്പമായിട്ട് പറ്റും. And what I understood is everyone has their own style of cooking. So I admire that. I think
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുക്കിംഗ് എന്ന് പറയുന്നത് എൻ്റെ അമ്മേടെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛനും നന്നായി കുക്ക് ചെയ്യും. നമ്മൾ വീട്ടുകാരുടെ കുക്കിംഗ് ആണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാനത് കാരണം എൻ്റെ ഹസ്ബൻഡൊക്കെ ഇതുപോലെ തന്നെ. ഞാൻ വിചാരിക്കില്ല എൻ്റെ കുക്കിംഗ് ആണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം ഐ ഫീൽ ലൈക്ക് നമ്മുടെ പാരൻസിൻ്റെ ഒരു കുക്കിങ്ങിനായിരിക്കും നമ്മൾക്ക് എപ്പോഴും ഇഷ്ടപ്പെടുക. എനിക്ക് എൻ്റെ അമ്മയാണ്. എല്ലാവർക്കും അവരവരുടെ അച്ഛനമ്മമാരുടെ കുക്കിംഗ് ആയിരിക്കും ഇഷ്ടം. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇൻഗ്രീഡിയൻസ് അല്ല, ഐ തിങ്ക് സംതിങ് മോർ ഇസ് ദർ മോർ ദാൻ കുക്കിംഗ്. ഐ തിങ്ക് ദേ ആർ ആഡിങ് സം എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഓർ വാട്ട് ഐ ഡോണ്ട് നോ. They know our taste very well. No, they give birth. They know our taste very well. So I think അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ കുക്കിങ്ങാണ്. എനിക്ക് എന്നെ കൂടുതൽ അറിയാമെന്നുള്ള പോലെ എന്താണ് വേണ്ടത്, ഉപ്പിടണോ ഇതിടണോ എന്നൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് വന്നത് എനിക്ക് എൻ്റെ കുക്കിങ്ങാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ എൻ്റെ മദറിൻലോ, എൻ്റെ ഫാദറിൻലോ, ഹസ്ബൻഡ്, മദറിൻലോ, ഫാദറിൻലോ. പുള്ളി ഹസ്ബൻഡ് സൂപ്പറായിരിക്കും. അങ്ങനെ ഓരോ ഓർഡറൊക്കെ ആയിക്കണം ഫുഡിൻ്റെ ഇഷ്ടത്തിന്. And of course I have some favorites too from outside. നല്ല ഇൻഗ്രീഡിയൻസ് വെച്ചുണ്ടാക്കണം, അതായത് നല്ല ഓയിൽ, നല്ല ഇതൊക്കെ നമ്മൾ കുക്കിങ്ങിനെയും നല്ലോണം എഫക്റ്റ് ചെയ്യും. സോ ഐ തിങ്ക് ഫ്രഷായിട്ട് നല്ല ഇതിലുണ്ടാക്കണ കുക്കിങ് ഫുഡ് ഐറ്റംസൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. whenever I feel like, oh, this is tasting good, maybe the ingredients are very fresh and all. So those kind of foods also I like. So ഇന്ന് ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ചപ്പാത്തി വിത്തൗട്ട് സ്റ്റിക്കിംഗ് ടു യുവർ ഹാൻഡ്. പക്ഷെ പൊടിയുണ്ട്, കഴുകണം. ഓക്കെ, ബൈ ഗൈസ്.